നമസ്കാരം. ക്യൂബ അമേരിക്ക ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അസുഖകരമായ ബന്ധമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബയും ക്യാപിറ്റലിസ്റ്റ് രാജ്യമായ അമേരിക്കയും തമ്മിൽ എക്കാലത്തും ഒരു സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പാണ്. പക്ഷെ ഓർക്കണം, സ്പെയിൻ ആധിപത്യത്തിൽ നിന്നും ക്യൂബയെ മോചിപ്പിക്കാൻ സ്പാനിഷ് അമേരിക്കൻ യുദ്ധം 1898 യുദ്ധം സഹായിച്ചു. ക്യൂബയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നതിന്റെ കാരണം, ക്യൂബ ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നാവിൻ തുമ്പത്ത് ഒരു സംസാര വിഷയമായിരിക്കുന്നു. ക്യൂബയുടെ ഒരു പ്രത്യേക പ്രദേശം അമേരിക്ക നിയന്ത്രിക്കുന്ന ഗ്വാന്റനാമോ ബേ എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെയാണ് അമേരിക്ക ലോകത്തു നിന്ന് പലയിടത്തു നിന്നായി കൊണ്ടുവരുന്ന അന്താരാഷ്ട്ര കുറ്റവാളികളെ, പ്രത്യേകിച്ച് അൽ ഖൈദ ബന്ധമുള്ള, ISIS ബന്ധമുള്ള, താലിബാൻ ബന്ധമുള്ള തീവ്രവാദികളെ പാർപ്പിച്ചിരിക്കുന്നത്. പാർപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല, അവരെ തടവിലാക്കിയിരിക്കുന്നത്. അതൊരു നൊട്ടോറിയസ് പ്ലേസ് കൂടിയാണ്. മനുഷ്യാവകാശങ്ങൾക്ക് തരിമ്പും വില കൊടുക്കാത്ത ഒരു പ്രദേശം. അമേരിക്കയുടെ ഭൂമിയല്ല, പക്ഷേ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു കരാറിലൂടെ അമേരിക്കയ്ക്ക് നിയന്ത്രണാവകാശം ലഭിച്ച ക്യൂബയുടെ ഒരു പ്രദേശമാണ് ഗ്വാന്റനാമോ ബേ. കേവലം 48 സ്ക്വയർ മൈൽസ് മാത്രം, ചതുരശ്ര മൈൽസ് മാത്രം വിസ്തീർണമുള്ള ഒരു ചെറിയ സ്ഥലം. അവിടെ വലിയ ഒരു പ്രിസൺ സമുച്ചയമുണ്ട്. ഒരു കാലത്ത് 2001 സെപ്റ്റംബർ 11, 2001 അന്നാണല്ലോ വേൾഡ് ട്രേഡ് സെന്റർ തകർക്കുന്നത്. അൽ ഖൈദ വേൾഡ് ട്രേഡ് സെന്റർ തകർക്കുന്നതും ബിൻ ലാദനും അൽ ഖൈദയ്ക്കുമെതിരെ ഘോരമായ യുദ്ധം അതിനുശേഷം അമേരിക്ക നടത്തുകയും ആ യുദ്ധത്തിൽ 2001 മുതൽ നടത്തിയ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട താലിബാൻകാരെ അല്ലെങ്കിൽ അൽ ഖൈദ ആളുകളെ കൊണ്ടുവന്ന് വിചാരണയില്ലാതെ ക്രൂരമായ മർദ്ദനമുറ ഉപയോഗിച്ചുകൊണ്ട് തടവിൽ വെച്ചിരുന്ന സ്ഥലമാണ് ഗ്വാന്റനാമോ ജയിൽ, പ്രിസൺ. എന്തുകൊണ്ട് ഗ്വാന്റനാമോ? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അമേരിക്കക്കുള്ളിലേക്ക് ഇവരെ കൊണ്ടുവന്നാൽ അമേരിക്കയുടെ നിയമവാഴ്ചയ്ക്ക് വിധേയമായി മാത്രമേ ഇവരെ വിചാരണ ചെയ്യാനാവൂ. അതുകൊണ്ട് ഇടിച്ചു പിഴിഞ്ഞ് വിവരങ്ങൾ എടുക്കാനാവില്ല. എന്നാൽ മൂന്നാം മുറ ഉപയോഗിച്ചുകൊണ്ട് ഗ്വാന്റനാമോയുടെ മണ്ണിൽ, ക്യൂബയുടെ മണ്ണിൽ ഇത് ചെയ്യുന്നതിന് അമേരിക്കയ്ക്ക് നിയമ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല. അപ്പൊ അമേരിക്കൻ നിയമവാഴ്ച അവിടെ വിലപ്പോവില്ല. ഇവരുടെ മനുഷ്യാവകാശങ്ങളും നിയമപരമായ അവകാശങ്ങളും നിയന്ത്രണമില്ലാത്തവരെ തടവിൽ വെക്കാനുള്ള അമേരിക്കയുടെ അവകാശവും ഒന്നും തന്നെ അമേരിക്കയുടെ ഫെഡറൽ കോടതികളിൽ ചോദ്യം ചെയ്യാനാവില്ല. അത് മാത്രമല്ല, അന്താരാഷ്ട്ര സമൂഹത്തിനും കാര്യമായി ഇടപെടൽ നടത്താൻ ആവില്ല. അതാണ് ഗ്വാന്റനാമോയുടെ പ്രത്യേകത. അതുകൊണ്ട് മനുഷ്യാവകാശ സംഘടനകൾ പലപ്പോഴും ആംനസ്റ്റി ഇന്റർനാഷണലും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ഒക്കെ വലിയ തോതിൽ ക്രിട്ടിക്കലായിട്ടാണ് ഗ്വാന്റനാമോയിലെ തടവ് പുള്ളികളെ കണ്ടിരുന്നത്. അമേരിക്ക അവരെ കൈകാര്യം ചെയ്യുന്ന രീതി. ഒരു കാലത്ത് 856-ലധികം പേരുണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ അവരെ പലപ്പോഴും റീലൊക്കേറ്റ് ചെയ്ത് ഇപ്പോൾ ഏതാണ്ട് 15ഓളം പേര് മാത്രമാണ് ഗ്വാന്റനാമോ പ്രിസണിൽ അവശേഷിക്കുന്ന തടവുകാർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പുതിയ ആളുകൾ എത്തുന്നു, അതാണ് വാർത്ത. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ എക്സിക്യൂട്ടീവ് ഓർഡറിൽ വ്യക്തമായി പറയുന്നു, അമേരിക്കയിൽ നിന്നും പിടികൂടുന്ന അനധികൃത ക്രിമിനലുകളെ മറ്റു രാജ്യത്ത് നിന്ന് അമേരിക്കയിലേക്ക് കടന്നു വന്ന് അനധികൃതമായി അവിടെ താമസിക്കുകയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത ട്രാക്ക് റെക്കോർഡുള്ള 30,000 ക്രിമിനലുകളെ, അത് വലിയൊരു നമ്പറാണ്, 30,000 ക്രിമിനലുകളെ ഗ്വാന്റനാമോ ബേയിലേക്ക് മാറ്റി പാർപ്പിക്കുന്നു. അതിനുവേണ്ടി 30,000 പേർക്ക് വസിക്കാനുള്ള ഇടങ്ങൾ, അത് പ്രിസൺ എന്ന് പൂർണ്ണമായി പറയാനാവില്ല, പക്ഷേ അവരുടെ വാസ ഇടങ്ങൾ തയ്യാറാവുന്നു. അവരെ ഒരു രാജ്യവും സ്വീകരിക്കില്ല. അതിൽ പലരും മെക്സിക്കോയിൽ നിന്ന് വന്നവരാണ്, പക്ഷെ അവർക്ക് യാത്രാ രേഖകളൊന്നുമില്ല. മെക്സിക്കൻ പൗരന്മാരാണെന്ന് തെളിയിക്കാൻ രേഖകളില്ല. അങ്ങനെയുള്ളവരെ നിർബന്ധമായി മെക്സിക്കോയിലേക്ക് അയക്കും. വെനിസ്വേലയിൽ നിന്ന് വന്നവരുണ്ട്, വെനിസ്വേലയിലേക്ക് അയക്കും. മിക്കവരും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇന്ത്യയിൽ നിന്ന് വന്ന 18,000 പേരുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ കൂടുതൽ പേരുണ്ട്. 18,000 പേര് അനധികൃതമായി അമേരിക്കയിലെത്തി അവിടെ തുടർന്നിരുന്ന 18,000 പേര്. അതിൽ എല്ലാ ക്രിമിനലുകളൊന്നും അല്ല കേട്ടോ. അവരെ കൈമാറാനുള്ള ഒരു ധാരണയായിട്ടുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ. അപ്പം വലിയ കശപിശ ഇല്ലാതെ ഇന്ത്യ അവരെ സ്വീകരിക്കും എന്ന ഒരു രീതിയാണ്. അപ്പം നിർബന്ധമായി ഇപ്പൊ അമേരിക്കയുടെ വിമാനങ്ങളിൽ കൊളംബിയയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുപോയി വിടാൻ ശ്രമിച്ചപ്പോൾ കൊളംബിയ അതിനെ ഒബ്ജക്ട് ചെയ്തതും അമേരിക്കൻ വിമാനങ്ങൾക്ക് ലാൻഡിംഗ് റൈറ്റ് നിഷേധിച്ചതും ഒക്കെ വലിയ വാർത്തയായിരുന്നു. അപ്പൊ നിർബന്ധപൂർവം ഈ പിടികൂടുന്ന ആളുകളെ കൊണ്ടുവന്ന് തള്ളാനാവില്ല. ലാൻഡിംഗ് രാജ്യങ്ങളിലും അവർ സ്വീകരിക്കപ്പെടണം.
അതൊക്കെയാണല്ലോ മനുഷ്യാവകാശം എന്ന് പറയുന്നത്. അവരെത്ര തെറ്റ് ചെയ്തവരാണെങ്കിൽ പോലും അവർക്ക് മനുഷ്യാവകാശങ്ങളുണ്ട്. കുറ്റവാളികൾക്കും മനുഷ്യാവകാശങ്ങളുള്ളതുകൊണ്ട്. ഇവിടെ വിഷയം ക്യൂബയുടെ മണ്ണിലേക്ക് ഉടനടി ഈ പറയുന്ന 30,000-ഓളം പേര് വരികയാണ്. ഇതൊരു വലിയ സൂചനയാണ്. അമേരിക്ക ഇപ്പോൾ 30,000 പേരെന്ന് പറയുന്നത് അമേരിക്കയുടെ കണക്കനുസരിച്ച് 1,17,00,000 1.17 ബില്യൺ. ഇത്രയും പേര് ഉണ്ടെന്നല്ല, 117 മില്യൺ പേരുണ്ടെന്നാണ് പറയുന്നത്. ആകമാന അനധികൃത കുടിയേറ്റക്കാർ. അപ്പൊ അത് വലിയൊരു നമ്പറാണ്. അമേരിക്കൻ ജനസംഖ്യയുടെ ഒരു വലിയ ശതമാനം വരും. അപ്പൊ അത്രയും വലിയൊരു നമ്പർ കുടിയിറക്കാനൊന്നും ഒക്കുന്ന കാര്യമല്ല, സാധിക്കില്ലെന്ന് നമുക്കറിയാം. പക്ഷേ അതിനൊരു തുടക്കം ഡൊണാൾഡ് ട്രംപ് തുടങ്ങി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഗ്വാണ്ടനാമോ ബേയിലേക്ക് എല്ലാ കണ്ണുകളും നീളുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയം കൊടുത്തിരിക്കുകയാണ്. അതിനുള്ളിൽ കൃത്യമായ കണക്കുകൾ ഉണ്ടാവും. അങ്ങനെ അവർക്കുള്ള വാസസ്ഥലങ്ങൾ ഒരുങ്ങും. വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നത് സെമി പ്രിസൺ സംവിധാനങ്ങളാണ്. മറ്റൊരു രാജ്യവും സ്വീകരിക്കാത്തവരെ എത്ര കാലം ഗ്വാണ്ടനാമോയിൽ തടവിൽ വയ്ക്കും, അല്ലെങ്കിൽ ഡീറ്റെയിൻ ചെയ്ത് വയ്ക്കും? ഇതൊക്കെ വലിയ ചോദ്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, കടുത്ത മനുഷ്യാവകാശ വിഷയങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ വരവോടുകൂടി അതികഠിനമായ മനുഷ്യാവകാശ വിഷയങ്ങൾ ഇവിടെ അന്തർലീനമാണ്. അമേരിക്കയുടെ ഒരു പേരും പ്രശസ്തിയുടെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഫ്രീ വേൾഡ്, ഇറ്റ് വാസ് എ ലിബറൽ വേൾഡ്. ആ ലിബറൽ വേൾഡ് ആൻഡ് ഫ്രീ വേൾഡിലേക്ക് എത്തിച്ചേരുന്ന അഭയാർത്ഥികളായിട്ടോ നുഴഞ്ഞുകയറ്റക്കാരായിട്ടോ ഒക്കെ ചേർന്നവർക്ക് അവരെ ലിബറലായി കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അമേരിക്കയ്ക്ക്. ഇനി മുതൽ അത് നടക്കില്ല. കർശനമായി തന്നെ കൈകാര്യം ചെയ്യുകയാണ്. അത് അമേരിക്കയുടെ ദേശീയ താല്പര്യത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശ്വസിക്കുന്നു. മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതിന്റെ ഭാഗമായി അവസാന കുടിയേറ്റക്കാരനെയും അനധികൃത കുടിയേറ്റക്കാരനെയും മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയെ ക്ലെൻസ് ചെയ്തെടുക്കാനുള്ള ശ്രമത്തിൽ പൊലിഞ്ഞു വീഴുന്നത് മനുഷ്യാവകാശങ്ങളാണ്, പൊലിഞ്ഞു വീഴുന്നത് ഒരുപാട് ജീവിതങ്ങളാണ്, ഒരുപാട് മോഹങ്ങളാണ്, കുറെയൊക്കെ കണ്ണീരുമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, ഇപ്പോൾ ആ ലിസ്റ്റിലുള്ളത്, ഡൊണാൾഡ് ട്രംപിന്റെ ലിസ്റ്റിൽ, ഇപ്പോൾ ഇമ്മീഡിയറ്റ് ലിസ്റ്റിലുള്ളത് പൂർണ്ണമായും ക്രിമിനലുകളും അവിടെ തെറ്റ് ചെയ്തവരുമാണ്. അതുകൊണ്ടാണ് ആ ആക്ടിനെ ലൈക്കൻ റൈലി ആക്ട് എന്ന് വിളിക്കുന്നത്. 2024 ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു. ലൈക്കൻ റാലി എന്ന ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി അമേരിക്കയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു. അതൊരു ഇക്വഡോറിൽ നിന്നും കടന്നു വന്ന ഒരു അൺറൂളി ബിഹേവിയർ ഉള്ള ഒരാളാണ് ചെയ്തത്. അപ്പോൾ അന്യപ്രദേശത്തു നിന്നും അന്യ രാജ്യത്തു നിന്നും കുടിയേറി വരുന്നവർ അമേരിക്കൻ പൗരന്മാർക്കെതിരെ നടത്തുന്ന ഹീനകൃത്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ കുട്ടിയുടെ നഴ്സിംഗ് 22 വയസ്സുള്ള നഴ്സിംഗ് വിദ്യാർത്ഥിയായ ലൈക്കൻ റൈലിയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുമ്പോൾ ട്രംപ് പ്രത്യേക ക്ഷണിതാക്കളായി ഈ കുട്ടിയുടെ, മരിച്ചുപോയ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചിരുന്നു. ആ കുട്ടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് വിദേശത്ത് നിന്ന് അനധികൃതമായി കുടിയേറി ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്നവരെ മാത്രം തിരഞ്ഞുപിടിച്ച് ഉടനടി ഗ്വാണ്ടനാമോയിലേക്ക് നാട് കടത്തുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ നാട് കടത്തലുകളും ഫോഴ്സ്ഫുൾ എവിക്ഷൻസും ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.